നമ്മുടെ ഈ സ്കൂളിലെ 24-25 വർഷത്തെ സ്കൂൾ പാർലമെൻ്ററി ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാതെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാതൃകയിൽ കുട്ടികളെ കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ചെയ്യിപ്പിക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഈ സ്കൂളിലെ തന്നെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റാണ്. ലിറ്റിൽ കൈറ്റ്സിന് നേതൃത്വം വഹിക്കുന്ന ടീച്ചേഴ്സ് നമ്മുടെ 26 ലാപ്ടോപ്പുകളിൽ ആ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയും അങ്ങനെ കുട്ടികളെ ക്ലാസ് വൈസ് 3 ബൂത്തുകളായിട്ട് തിരിച്ച് നമ്മളെങ്ങനെയാണോ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതേ മാതൃകയിൽ തന്നെ കുട്ടികൾ അവരുടെ സ്കൂൾ പാർലമെൻ്ററി ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയാണ്. അതായത് അവിടെ പാലിക്കുന്ന എല്ലാ ക്രമങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഡിസിപ്ലിനൊക്കെ നോക്കുവാനായിട്ട് നമ്മുടെ തന്നെ SPC, NCC, സ്കൗട്ട്, അതുപോലെ JRC ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങളാണ് അതെല്ലാം ചെയ്യുന്നത്. അവർ തന്നെ കുട്ടികളെ ക്ലാസ്സിൽ നിന്നും ലൈൻ നിർത്തി വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ജനാധിപത്യ പ്രക്രിയയെല്ലാം സോഷ്യൽ സയൻസ് ക്ലബ്ബ് ചെയ്യുമ്പോൾ ബാക്കി EVMൻ്റെ പരിപാടികളെല്ലാം നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിൻ്റെ ചാർജ് വഹിക്കുന്ന ടീച്ചേഴ്സും കുട്ടികളും കൂടാണ് ചെയ്യുന്നത്. 3 ബൂത്തുകളിലായി ഓരോ ബൂത്തിലും 3 പോളിംഗ് ഏജൻസും 3 പോളിംഗ് ഓഫീസേഴ്സും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും ആണുള്ളത്. ഇവിടെ 5 യൂണിറ്റുകളാണുള്ളത്. NCC, SPC, ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ് ആൻഡ് ഗൈഡ്സ്. ഈ 5 യൂണിറ്റുകളെയും ഇവിടെ ക്രമസമാധാന പാലനത്തിനായി ഓരോ ബൂത്തുകളിലും നിയമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് നടത്തിയത്. ഓരോ കൊല്ലം കഴിയും തോറും അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ അതൊരു പെർഫെക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഞാൻ രഞ്ജിനി എലിസബത്ത് വർഗീസ്, എൻ്റെ കൂടെ ME ടീച്ചറുണ്ട്. ഞങ്ങളുടെ 2 പേരുമാണ് IT ക്ലബിൻ്റെ കൺവീനർമാർ. ആദ്യമായിട്ട് നാമനിർദ്ദേശ പത്രികകൾ വാങ്ങിച്ചു. ആ സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ സോഫ്റ്റ്വെയറിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ബാലറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ ബാലറ്റാണ് ഈ കാണുന്നത്. വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഒരു കുട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ ആദ്യം ഒരു ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പച്ച ലൈറ്റ് കത്തും. രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വോട്ട് കാസ്റ്റ് ആവുന്നത്. ഇപ്പോൾ സ്ക്രീൻ ഡിസേബിൾ ആയി. ഇനി അടുത്ത കുട്ടി വരുമ്പോഴേക്കും ബാലറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് ലിറ്റിൽ കൈറ്റ് അംഗമാണ് അത് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഈ പ്രസ് ചെയ്തു, അടുത്ത ബാലറ്റ് റെഡിയായി. ഈ രീതിയിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. മോക്ക് പോൾ നടത്തിയിട്ടുണ്ട്. രാവിലെ ക്ലാസ്സിൽ മോക്ക് പോൾ നടത്തി കാൻഡിഡേറ്റ്സിൻ്റെ പ്രതിനിധികൾ അത് ഉറപ്പുവരുത്തിയിട്ടാണ് ഇപ്പോഴുള്ള യഥാർത്ഥമായിട്ടുള്ള പോളിംഗ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്? ഫസ്റ്റ്